ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. HR ഫാമിലിയുടെ പുതിയൊരു ദിവസത്തിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം അല്ലേ? ഉപ്പുലാപ്പുള്ളി ശ്രീ മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും. ആ ക്ഷേത്രത്തിലേക്കുള്ള പാതയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൽ നിന്നുള്ള ക്ഷണപ്രകാരമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ യാത്ര തിരിച്ചിട്ടുള്ളത്. കുളക്കാട്ടുകുറിശി എന്ന ചെറിയൊരു ഗ്രാമത്തിലെ ഉപ്പുലാപ്പുള്ളി എന്ന ചെറിയൊരു സ്ഥലത്തെക്കുറിച്ചും അവിടെയുള്ള ഗ്രാമവാസികളെക്കുറിച്ചും ഉപ്പുലാപ്പുള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചുമുള്ള അറിവുകൾ നിങ്ങളിലേക്കായി എത്തിക്കുക എന്ന ചെറിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്ര തിരിച്ചിട്ടുള്ളത്. പ്രകൃതി രമണീയമായ കാഴ്ചകളാൽ, അതിലുപരി പ്രകൃതിയാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറിയ സ്ഥലമാണ് ഉപ്പുലാപ്പുള്ളി എന്ന ഈ ചെറിയ സ്ഥലം. ഇവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗവും നിത്യവേതനത്തിനായി തൊഴിലുറപ്പ് പോലെയുള്ള ജോലികൾക്കായി പോകുന്നവരാണ്. എന്നിട്ട് പോലും സഹസ്രാബ്ദങ്ങളായി ഇത്തരത്തിലൊരു ക്ഷേത്രം ഇവിടെ നിലനിന്നു പോവുക എന്നുള്ളത് നമ്മെ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്തു നിന്നും സുമാർ 5 കിലോമീറ്റർ വടക്കുമാറി കുളക്കാട്ടുകുറിശി എന്ന ചെറുഗ്രാമത്തിൽ ഉപ്പുലാപ്പുള്ളി എന്ന സ്ഥലത്ത് തുമ്പക്കണ്ണിപ്പുഴയുടെ തീരത്ത് എല്ലാ ഭക്തർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞും ആപത്തുകൾ നീക്കിയും സുമാർ 1 സഹസ്രാബ്ദമായി കിഴക്കോട്ട് അഭിമുഖമായി ഉദയസൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നാടിൻ്റെ അനുഗ്രഹമായി ശ്രീ ഉപ്പുലാപ്പുള്ളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. സുമാർ 1000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന ഈ മഹാക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയ്ക്കൽ ഉള്ള ആൽമരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ക്ഷേത്ര പ്രാധാന്യം വിളിച്ചോതുന്നതും ഐതിഹ്യപരമായി പ്രാധാന്യമുള്ളതുമാകുന്നു. ഈ മഹാക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്തായി ശ്രീകണ്ഠേശ്വര ക്ഷേത്രവും പടിഞ്ഞാറുഭാഗത്തായി ശ്രീ മങ്ങാട്ട് മഹാവിഷ്ണു ക്ഷേത്രവും സ്ഥിതി ചെയ്തു വരുന്നു. 14-ാം നൂറ്റാണ്ടോടെ ശ്രീ സാമൂതിരി രാജ ആവശ്യപ്പെട്ടതു പ്രകാരം വടക്കേടത്തു മനക്കാർ കൊടുത്ത സ്ഥലത്ത് സാമന്തനായ ഏറാൾപ്പാട് ശ്രീ മങ്ങാട്ട് മഹാവിഷ്ണു ക്ഷേത്രം പണി കഴിപ്പിച്ച് അമ്പാടി കോവിലത്തിന് കൈമാറി. തൊട്ടടുത്ത് കിടക്കുന്ന പ്രാചീനമായ ശ്രീ ഉപ്പുലാപ്പുള്ളി ക്ഷേത്രവും സമീപ പ്രദേശങ്ങളും ഇതോടെ അമ്പാടി കോവിലകത്തിൻ്റെ അധികാര പരിധിയിൽ വരികയും ചെയ്തു. വടക്കേടത്തുമന നാരായണൻ നമ്പൂതിരി മാസ്റ്റർ അവർകൾ രക്ഷാധികാരിയായി ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. അദ്ദേഹത്തിൻ്റെ പരേതയായ പത്നി പാർവതി ടീച്ചർ തുടങ്ങിവെച്ച നാമജപങ്ങളും ഭക്തിപാരായണങ്ങളും ഇന്നും ഭക്തജനങ്ങൾ തുടർന്നു പോരുന്നു. തന്ത്രിസ്ഥാനം ശ്രീ പനാവൂർ മനയിൽ നിക്ഷിപ്തമാണ്. ഇപ്പോൾ പനാവൂർ മനയ്ക്കൽ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. എല്ലാ ഭക്തരെയും സ്വന്തം മക്കളെപ്പോലെ കാത്തു സംരക്ഷിക്കുന്ന പ്രപഞ്ച പരിപാലകനായ മഹാദേവനെ നിത്യപ്രാർത്ഥന ചെയ്യുന്നതിലൂടെയും ഭഗവാന് വഴിപാടുകൾ സമർപ്പിക്കുന്നതിലൂടെയും ഭക്തർക്ക് സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും സമ്പത്തും ആരോഗ്യവും വന്നുചേരും എന്നതാണ് ശിവസങ്കല്പം. ഈ ക്ഷേത്രം പൂർണ്ണതയിലും ഉന്നതിയിലും എത്തുന്നതോടെ ഭഗവാന്റെ മഹാചൈതന്യം വർദ്ധിക്കുകയും ദേശത്ത് സമൃദ്ധിയും സമാധാനവും ഉണ്ടാവുകയും ചെയ്യും എന്നാണ് വിശ്വാസം. നിരവധി ബ്രാഹ്മണ ശ്രേഷ്ഠരുടെ സേവനങ്ങൾക്ക് ശേഷം നിലവിൽ ബ്രഹ്മശ്രീ രാമകൃഷ്ണൻ എമ്പ്രാന്തിരി ക്ഷേത്ര മേൽശാന്തി കാര്യങ്ങൾ ഏറ്റെടുത്ത് ഭഗവാനെ സേവിച്ചു വരുന്നു. ഇപ്പോൾ ജീർണാവസ്ഥയിലെത്തിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ദേശത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുന്നു. വലിയ ബലിക്കല്ല്, ചെറിയ ബലിക്കല്ലുകൾ, ചുറ്റമ്പലം മേച്ചിൽ, തിരുമുറ്റം ടൈൽസ് പതിക്കൽ, മറ്റ് അത്യാവശ്യ പ്രവൃത്തികൾ എന്നിവയ്ക്കാണ് താന്ത്രിക വിധിപ്രകാരം ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഏകദേശം 15 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആയത് പൂർത്തീകരിക്കുന്നതിന് എല്ലാ ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ നൽകി ശ്രീ ഉപ്പുലാപ്പുള്ളി അപ്പൻ്റെ കൃപാകടാക്ഷത്തിന് അനുഗ്രഹീതരാകുവാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇടവമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ മഹാദേവൻ്റെ പ്രതിഷ്ഠാദിനവും പുണർദം നക്ഷത്രത്തിൽ
ഉപദേവനായ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനവും ആയതിനാൽ അതിനു മുമ്പ് തന്നെ ഈ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം കുളക്കാട്ടുകുറിശി ഗ്രാമത്തിൽ തുമ്പക്കണ്ണിപ്പുഴയുടെ തെക്കേ തീരത്ത് സുമാർ 1 സഹസ്രാബ്ദമായി നാട്ടിലെ പ്രജകൾക്ക് അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞുകൊണ്ട് ശ്രീ ഉപ്പുലാപ്പുള്ളി മഹാദേവ ക്ഷേത്രത്തിൽ വാണരുളുന്ന സാക്ഷാൽ ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹത്തിനായി നമുക്കൊത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ശ്രീ ഉപ്പുലാപ്പുള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ആചാര്യവിധി പ്രകാരം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതും ആയതിൻ്റെ ഭാഗമായി ശ്രീ ഉപ്പുലാപ്പുള്ളിയപ്പൻ്റെ ഹിതപ്രകാരം ശ്രീ ഉപ്പുലാപ്പുള്ളിയപ്പന് ആനക്കൊട്ടിൽ നിർമ്മിക്കുന്നതിനുമുള്ള ഭാഗ്യനിയോഗം ഭഗവാന്റെ ഭക്തർക്കും ഈ നാടിനും ഭാഗ്യവശാൽ സംജാതമായിരിക്കുന്നു. ആ നിയോഗം പൂർത്തീകരിക്കുന്നതിലേക്ക് ഭഗവാന് സമർപ്പിക്കേണ്ട ആനക്കൊട്ടിലിൻ്റെ ചെലവായി എല്ലാ പ്രവൃത്തികളുമടക്കം 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളതാണ്. ഈ ഇനത്തിൽ 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന ആനക്കൊട്ടിലിന് ചതുരശ്ര അടിക്ക് 500 രൂപയാണ് ചിലവ് വകയിരുത്തിയിട്ടുള്ളത്. ഈ പുണ്യകർമ്മത്തിലേക്ക് നമ്മളാൽ കഴിയുന്ന പരമാവധി സംഭാവനകൾ ഭഗവാന് സമർപ്പിച്ച് ഈ സത്കർമ്മത്തിൽ പങ്കുചേർന്ന് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ആയതിലൂടെ ഈ നാടിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഓരോരുത്തരും പങ്കാളികളാവണമെന്ന് ഭഗവാന്റെ നാമത്തിൽ സവിനയം ഭക്ത്യാദരപൂർവം അറിയിച്ചുകൊള്ളുന്നു. പ്രകൃതിയാൽ അനുഗ്രഹീതമാക്കപ്പെട്ട ഉപ്പുലാപ്പുള്ളി എന്ന ഈ ചെറിയ സ്ഥലവും ക്ഷേത്രവും ആ പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നും മുന്നോട്ടു പോകുന്നു എന്നുള്ളത് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഗ്രാമവാസികളിലധികവും കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് സഹസ്രാബ്ദമായി എല്ലാവിധ പ്രൗഢിയോടും കൂടി ഈ ക്ഷേത്രം നിലനിന്നു പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ അവിടുത്തെ ചൈതന്യം കൊണ്ട് തന്നെയായിരിക്കാം. ശിവ ശിവ ശങ്കര ഗൗരീശ ശംഭോ ശങ്കര ഗൗരീശ ശിവ സാംബ ശങ്കര ഗൗരീശ ഹര ഹര ശങ്കര ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ ശംഭോ ശങ്കര ഗൗരീശ ശിവ സാംബ ശങ്കര ഗൗരീശ ഹര ഹര ശങ്കര ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ ശംഭോ ശങ്കര ഗൗരീശ ശിവ സാംബ ശങ്കര ഗൗരീശ ഹര ഹര ശങ്കര ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ ശംഭോ ശങ്കര ഗൗരീശ ശിവ സാംബ ശങ്കര ഗൗരീശ ഹര ശങ്കര ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ ശംഭോ ശങ്കര ഗൗരീശ ശിവ സാംബ ശങ്കര ഗൗരീശ ക്ഷമിച്ചിടുവാൻ കൈതൊഴുന്നേ ചേർക്കേണം യോഗമാകെ തവ പദകമല ധ്യാന തൽപേരമിപ്പാൻ തൃക്കൺ പാത്തിയിടവേണം ഗുരുതര കൃപയോടുപ്പുലാപ്പുള്ളിയപ്പ ചേർക്കേണം കർമ്മബന്ധം നിർബുകുലവലരാം കാമരാഗാദിദോഷം തീർക്കേണം മാപരാഗം കനിവിനോട് ക്ഷമിച്ചിടുവാൻ കൈതൊഴുന്നേ ചേർക്കേണം യോഗമാകെ തവ പദകമല ധ്യാന തൽപേരമിപ്പാൻ തൃക്കൺ പാത്തിയിടവേണം ഗുരുതര കൃപയോടുപ്പുലാപ്പുള്ളിയപ്പേണം കർമ്മബന്ധം നിർബുകുലവലരാം കാമരാഗാദിദോഷം തീർക്കേണം മാപരാധം കരിവിനോട് ക്ഷമിച്ചിടുവാൻ കൈതൊഴുന്നേ ചേർക്കേണം യോഗമാകെ തവ പദകമല ധ്യാന തൽപേരമിപ്പാൻ തൃക്കൺ പാത്തിയിടവേണം ഗുരുതര കൃപയോടുപ്പുലാപ്പുള്ളിയപ്പ തീർക്കേണം കർമ്മബന്ധം ത്രിപുകുലവലരാം കാമരാഗാദിദോഷം തീർക്കേണം മാപരാധം കരിവിനോട് ക്ഷമിച്ചിടുവാൻ കൈതൊഴുന്നേ
ചേർക്കേണം യോഗമാകെ തവ പദകമലജ്ജാലതൽപേരമിപ്പാൻ തൃക്കൺപാതീത വേണം ഗുരുതരകയോടുപ്പിലാ പുള്ളിയപ്പ. ഈ അമ്പലത്തിൽ ആദ്യമായിട്ട് കുട്ടിയുടെ പ്രായത്തിലാണ് ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളത്. അന്ന് എന്തൊക്കെയാണ് അറിയോ, ഒരു ആലപ്പേരയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഈ ആലപ്പേര പോയിട്ട് എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഓട് കൊണ്ടിച്ച് പുഴയിൽ നിന്ന് മണലൊക്കെ കയറ്റി സിമെൻ്റൊക്കെ കൊണ്ടിച്ച് ഇങ്ങനെ ഒരു ചുമരൊക്കെ കെട്ടി പട്ടരക്ക് വയ്യാതെയും വരാതെയും അങ്ങനെ ആ കുട്ടിയെ കൊണ്ട് പൂജ കഴിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞ ഒരു കാവുണ്ട് അവിടെ. ആ കാവിൽ പൂരം നടത്തുന്നുണ്ട്. ആ പൂരത്തിന് നമ്മുടെ ഇവിടുന്നാണ് ഒരു വേല പോകുക. ആന, ഒരാന ഉണ്ടാവും. ആ ആനയും കൊണ്ട് വരും. ആനയും കൊണ്ട് വന്നിട്ട് പ്രദക്ഷിണം വെച്ച് ആൽത്തറുടെ അവിടെ കൊട്ടൊക്കെ ഉണ്ടായി ഞങ്ങളൊക്കെ കാണാൻ വരും ആനയ്ക്ക്. അതൊക്കെ വെട്ടി നേരെയാക്കി ഇതേയുള്ളവരെ എല്ലാവരും കൂടിയും സഹകരിച്ച് ഒക്കെ നേരെയാക്കി. അപ്പോൾ ഇവിടെ 2-3 തറവാടുകളുണ്ട്. കല്ലമ്പറമ്പിലെ പറയും, മേക്കോട്ടിലെ പറയും. അങ്ങനെ അവർ ഒരു 4-5 ആൾക്കാരന്മാരുണ്ട്. അവരെല്ലാവരും കൂടി സഹകരിച്ച് ഇവിടെ എല്ലാ പണിയും കുറേശ്ശെ 4 പുറമൊക്കെ വൃത്തിയാക്കി ആനയ്ക്ക് പോകാനുള്ള വഴിയൊക്കെ ഒരുക്കി. അന്ന് ഒരാന ഉണ്ടായിരുന്നു. പിന്നത്തെ പൂരത്തിന് 2-3 ആനകൾ വന്ന് അവർക്ക് നടക്കാനുള്ള സ്ഥലം ഉണ്ടായി. 69 മുതൽക്ക് 1969 മുതൽക്ക് ഞാൻ ഇവിടുത്തെ ശാന്തിക്കാരനാണ്. മേൽശാന്തിയാണ്. ഉപ്പിലാപ്പുള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയാണ്. അതിപ്പോൾ അന്ന് മഹാമോശമായിട്ടാണ് കടന്നിരുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പണ്ടത്തെ അമ്പലങ്ങളൊക്കെ മഹാമോശമാണല്ലോ. ഇപ്പോൾ അതിങ്ങനെ പുരോഗമിച്ച് ഈ വക എത്തി 4 അമ്പലമായി. ഇനിയിപ്പോൾ അത് ആനക്കൊട്ടിൽ വരുന്നുണ്ട്. അങ്ങനെയായിട്ട് അത് പുരോഗമിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാനും ഇവിടെ ഇങ്ങനെ സ്ഥിരം ഇവിടെ ഇതിനു വേണ്ടി അങ്ങോട്ട് വന്നത്. ഞങ്ങൾ മുമ്പേ പുഞ്ചപ്പാടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് ഈ അമ്പലത്തിക്ക് വേണ്ടി വന്നു. ഇവിടെ വന്നു അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ കേട്ടു. അങ്ങനെ ഒരുപാട് വർഷത്തെ അനുഭവമുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ ഇവിടം വരെ എത്തി. അപ്പൊ എന്താ ഇത്രയും വർഷത്തെ ഈ ഒരു അമ്പലത്തിന്റെ ഒരു അല്ല, അത് ഞങ്ങളും ഞാനും ഇവിടെയുള്ള ആൾക്കാരും ഞാനും ഇവിടുന്ന് മാറിയില്ല. ഇവിടെയുള്ള ആൾക്കാരും അതിന് സഹകരിച്ചു നിന്നു. അതുകൊണ്ട് ഞാൻ നിന്നു മാത്രം. ഞങ്ങളൊരു ഇവിടുന്നുള്ള ഈ അമ്പലത്തിന്റെ വരുമാനം വിചാരിച്ചിട്ടല്ല നിൽക്കുന്നത്. ഞാൻ ഇവിടുത്തെ ആളെ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളും അതാണ്. ഇപ്പം നമ്മളൊരു ശമ്പളമോ അല്ലെങ്കിൽ അതൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല. വയ്ക്കണ കാലം വരെ ഇവിടെ വിളക്ക് വയ്ക്കുക, പൂജ കഴിക്കുക. ഇപ്പോഴത്തെ തിങ്കളാഴ്ച വൈകുന്നേരത്ത് ഒരു പൂജയുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു പൗർണമി പൂജ പറഞ്ഞിട്ട് ഒന്നുണ്ട്, അതുമുണ്ട്. അപ്പം അതിന് ജനങ്ങൾ കൂട്ടായ്മയുണ്ട്. അങ്ങനെ നടത്തുന്നത്. ഇനിയിപ്പോ നമ്മളിവിടെ ആനക്കൊട്ടിലിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇനിയിപ്പോ എന്താ അതിന്റെയൊക്കെ കൂടുതൽ എന്തൊക്കെയാണ്? അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇവിടെ ഇപ്പൊ കണ്ടില്ലേ, ഒരു സുന്ദരമായ ഒരു ഗ്രാമമാണ്. ഇതിന് നേരെ വടക്ക് ഭാഗത്ത് ഒഴുകുന്നത് നമ്മുടെ തുപ്പനാട് പുഴയാണ്. ആ പുഴയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ്. എന്ന് വെച്ചാൽ ദിവസേന അവർ രാവിലെ കൂലിപ്പണിക്കും തൊഴിലുറപ്പ് പണിക്കും അതുപോലുള്ള പണികളൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് മഹാദേവൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഈ ക്ഷേത്രം ഒരുപാട് നന്നാക്കണം, പുനരുദ്ധരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ട്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ക്ഷിപ്രപ്രസാദിയായൊരു ഭഗവാനാണ്. അപ്പം നമ്മൾ രാവിലെയൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ വൈകുന്നേരത്ത് ദീപാരാധനയൊക്കെ വന്ന് നമ്മൾ ഒരുപാട് ടെൻഷൻ ഉള്ള ഒരു സമയത്തൊക്കെ ഭഗവാനെ എന്ന് വന്ന് നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോന്നറിയില്ല, നമ്മുടെ മനസ്സ് തന്നെ ഒരു ശാന്തമായിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി, നമ്മൾ അത്രയും ഒരു വിഷമോ അല്ലെങ്കിൽ മനസ്സിൽ ടെൻഷനോ അല്ലെങ്കിൽ എന്തൊക്കെ ഒന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ വന്ന് തൊഴുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു പോസിറ്റീവ് എനർജി എങ്ങനെയോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. എൻ്റെ വീട് പുഴയ്ക്ക് അപ്പുറമാണ്. സുമാർ ഒരു 10-25 വർഷം മുമ്പ് ഞാൻ ഈ ജോലി
കിട്ടുന്നതിന് മുമ്പ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ PSC പരീക്ഷ എഴുതിയ സമയത്ത് ഞാൻ ഭഗവാനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്നാണ് ഞാൻ ഈ പുള്ളിയപ്പൻ്റെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട്, കാരണം ക്ഷിപ്രപ്രസാദിയാണ്. പിന്നെ അത്രയും നമ്മൾ ഈ രോഗ ദുരിതങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒഴിവാകുന്നുള്ള അന്ന് തന്നെ കാരണവന്മാർ പറയാറുണ്ടായിരുന്നു. അങ്ങനെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അന്ന് മുതൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അപ്പോൾ ഇവിടുത്തെ പിന്നെ ഇതിൻ്റെ ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ രാജേട്ടൻ, അതുപോലെ മോനേട്ടൻ, ലീല, പിന്നെ ഒരു മാതൃസമിതിയുണ്ട്, അവരൊക്കെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. 2 വർഷം മുമ്പാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇതുപോലെ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ആനക്കുട്ടിൽ വേണം, അതായത് ഈ ദൈവപ്രശ്നം വെക്കാമെന്ന് കേട്ട പ്രശ്നത്തിൽ ഇവിടെ ഭഗവാന് ആനക്കുട്ടിൽ വേണം എന്ന് ദൈവപ്രശ്നത്തിൽ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ആനക്കുട്ടിലെ പണികളൊക്കെ തുടങ്ങി. പക്ഷെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് 0 ബാലൻസിൽ നിന്നാണ്, ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഇത് തുടങ്ങിയതും കടം വാങ്ങിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ഒന്നും ചെയ്യാനില്ല അവർക്ക്. അപ്പൊ അവരെന്തായാലും ഒരു 500-1000 ഒക്കെ കൊണ്ടു കൊടുക്കുക എന്നല്ലാണ്ട് അതിൽ കൂടുതൽ, കാരണം നമുക്കറിയാമല്ലോ ഈ തൊഴിലുറപ്പിന് പോകുന്ന ആളുകൾക്ക് അവരുടെ ആ കാശ് കിട്ടുമ്പോൾ തന്നെ ഒരുപാട് പ്രാരാബ്ദം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്നതും ശരിയല്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ അന്യജാതി മതസ്ഥരെല്ലാവരും ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ഈ പരിപാടിക്ക് മുന്നിട്ടിറങ്ങുന്നത്. നമ്മളൊരു കാര്യം ചെന്ന് പറയുന്നത് ഉപ്പിലാപ്പുള്ളിയപ്പൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വളരെ ഉഷാറോട് കൂടിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഭക്തരേക്കാൾ ഭംഗി, അവർക്ക് ഭക്തി ഇല്ല എന്നല്ല കേട്ടോ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ സ്ഥിരം ക്ഷേത്രത്തിൽ വരുന്നതിനേക്കാൾ വളരെ താല്പര്യത്തോട് കൂടിയിട്ട് അവരിതിനെ സഹായിക്കുന്നത്. അങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ ആനക്കുട്ടലിന്റെ നിർമ്മാണം ഇപ്പൊ ഈ രീതിയിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു 10 ലക്ഷത്തോളം രൂപ ആനക്കുട്ടൽ നിർമ്മാണത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ ടൈൽസ് പണി അടക്കം. അപ്പോൾ ഈ കാല്, അതുപോലെ ഡ്രസ് വർക്ക് എല്ലാം കൂടി അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് 500 രൂപയാണ് കണക്ക് ഏകദേശം 500 രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ 500 രൂപ 2000 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ എന്നുള്ള രീതിയിലാണ് കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ ഈ പ്രദേശത്തിന്റെ ഒരു ഉന്നതി, അതായത് ഒരു ക്ഷേത്രത്തിന്റെ ചൈതന്യം അവിടെ വർദ്ധിക്കുന്നതനുസരിച്ച് ആ പ്രദേശത്തിനൊരു ഉന്നതി ഉണ്ടാവും. പിന്നെ മാത്രമല്ല നമ്മൾ ഏത് മതമായിക്കോട്ടെ ഈശ്വര ചിന്ത ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാലമാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പുറത്തെ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവർ കടുങ്കൈയിലേക്ക് പോകുന്ന ഒരു സൂയിസൈഡ് മാത്രമല്ല മറ്റു പല കടുങ്കൈ അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങി പോവുക. അപ്പൊ അവരുടെ മനസ്സിലേക്ക് അവരുടെ ടെൻഷനോ പ്രശ്നങ്ങളോ വരുമ്പോൾ ഈശ്വര എന്ന് പറഞ്ഞിട്ട് അവരുടെ ടെൻഷൻ ഈശ്വരനിലേക്ക് കൊടുത്തിട്ട് ശാന്തിയാവുന്ന ഒരു, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ശാന്തി വരുത്താവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കുക, നമ്മുടെ മക്കളെ നേർവഴിക്ക് നയിക്കുന്നതാണ്. അപ്പോൾ ഈ ഭക്തി കൂടുന്നതനുസരിച്ച് അതിനനുസരിച്ച് അവരുടെ ടെൻഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഇറക്കി വെക്കാനുള്ള ഇടം കൂടിയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. വേണം. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഇപ്പൊ ഈ അതായത് കുഗ്രാമം പറഞ്ഞ ഒത്തിരിയാണോ, 4 പുറം തെങ്ങും കവുങ്ങും മാവുകളും ഒക്കെയുള്ള നല്ല ഒരു സുന്ദരമായ ഗ്രാമം. ഇത് ഈ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നമ്മളൊക്കെ ഈ ഊട്ടിയിലൊക്കെ പോയി കാണുന്ന ആ രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ്. തൊട്ടടുത്ത് തന്നെ ഒരു പുഴയുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്ന അത്രയും ഒരു സുന്ദര ഗ്രാമത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. ഒരു മഹാക്ഷേത്രമായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളൊരു ക്ഷേത്രം കൂടിയാണ്. പിന്നെ ഇപ്പൊ ഇവിടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഭഗവാനെ ഒരു പ്രാവശ്യം വന്ന് കണ്ട ആളുകൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇവിടുത്തെ മേൽശാന്തി പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞത്, മേൽശാന്തി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അദ്ദേഹം ഏകദേശം 1965 മുതൽ 65 മുതൽ പറഞ്ഞ് 10-60 വർഷങ്ങളോളമായിട്ട് ഇവിടെ ശമ്പളമോ മറ്റുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അദ്ദേഹം വരുന്നു, ഭഗവാന് പൂജിക്കുന്നു, പൂവും പ്രസാദം കൊടുക്കുന്നു, നിവേദ്യം വെക്കുന്നു, പൂജിക്കുന്നു. അപ്പോൾ ഭക്തർ ആരാണ് വരുന്നത് അവർക്കത് പ്രസാദമായി കൊടുക്കുന്നു, അദ്ദേഹം പോകുന്നു. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് 50 പൈസയും 1 രൂപയ്ക്ക് മേൽശാന്തി ഇത്രത്തോളം വർഷങ്ങൾ 65 വർഷങ്ങളോളം ഒരു ക്ഷേത്രത്തിൽ വന്ന് സ്ഥിരമായിട്ട് വന്നിട്ട് അത് യാതൊരു പ്രതിഫലവും ഇല്ലാതെ പൂജ ചെയ്ത് പോവുക എന്ന് പറയുന്നതിന് ഭഗവാന്റെ
ഭഗവാനും അദ്ദേഹവും നമ്മളൊരു അടുപ്പത്തിൻ്റെതാണ്. കാരണം ഭഗവാനെ വിട്ടു പോകാൻ അദ്ദേഹത്തിന് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഭഗവാനായിട്ട് ഇറങ്ങി ചെന്നിരിക്കുന്നത്. അത് ഓരോ ഭക്തരുടെയും ഇവിടെ വരുന്ന ഓരോ ഭക്തരുടെയും മനസ്സിലേക്ക് ഭഗവാനായിട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം ഞാൻ വരില്ല എന്ന് പറഞ്ഞാലും, എനിക്ക് 2-3 സുഹൃത്തുക്കളെ ഞാൻ കൊണ്ടുവരണ്ടായി. ഞാൻ വരില്ല അവിടേക്ക് എന്ന് പറഞ്ഞിട്ട് എന്നാലും ഒന്ന് പോയിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇവിടെ വന്ന് തൊഴുതിട്ട് പുറത്ത് എന്തോ ഒരു നല്ലൊരു സുഖമുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിൽ. അവർ നമ്മളോട് പറയും ഞാൻ വരുമ്പോൾ ഇങ്ങനെയല്ല, ഇവിടെ തൊഴുത് കഴിഞ്ഞപ്പോൾ എന്തോ മനസ്സിന് ഒരു 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 കൂൾനെസ് ഉള്ളിലേക്ക് കയറിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ളൊരു അനുഭൂതി. അപ്പോൾ ഇവിടുത്തെ ഭഗവാൻ എന്ന് പറയുന്ന അത്രയ്ക്കും ഒരു പോസിറ്റീവ് എനർജിയാണ്. അതെന്താ എന്നൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ എന്തായാലും കഴിയില്ല. അപ്പോൾ ഞാൻ ഇത് ഭാരവാഹിയുമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ഞാനിവിടെ ഇങ്ങനെ ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് തൊഴാൻ വേണ്ടിയിട്ട് വരും. ഇവരുടെ എല്ലാ നല്ല കാര്യങ്ങളിലും ഞാൻ പങ്കാളിയാവും. എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ നമ്മുടെ ആനക്കൊട്ടിൽ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ കുറേ നമ്മൾ നോട്ടീസ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ ആളുകളെടുത്തും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചിട്ട്, ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ അവർ മാക്സിമം സഹായങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് ഈ ക്ഷേത്രം ഒരു 10 ലക്ഷം രൂപ പെട്ടെന്ന് ഉണ്ടാക്കിയാൽ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. നമുക്ക് ഈ ക്ഷേത്രത്തിൽ മഹാക്ഷേത്രമാക്കി കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഒരു ടെൻഷൻ പിടിച്ച ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ വളരെ ടെൻഷൻ ആകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ഉപ്പുലാപ്പള്ളിയപ്പ എന്ന് പറയുന്നത് അയ്യോ എന്തിനപ്പം നമ്മൾ വിഷമിക്കുന്നത്, നമുക്ക് ഇത്രയും വലിയ നമുക്ക് നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ആപത്തൊന്നോ തടയാനോ ഒരു ശക്തി ഉണ്ടല്ലോ. പിന്നെ എന്തിനാ നമ്മൾ തോന്നല് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം നമുക്കൊരു മഹാക്ഷേത്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവണം. ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാക്കി മാറ്റണം. ഒരു മഹാക്ഷേത്രമാക്കി ഉയരേണ്ട ഒരു ക്ഷേത്രം തന്നെയാണത്. കാരണം സഹസ്രാബ്ദങ്ങൾ എന്നാണ് പറയുന്നത്. എന്തായാലും വ്യക്തമായിട്ട് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം എന്നൊക്കെ പറയാൻ കഴിയില്ലെങ്കിലും 100 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മഹാക്ഷേത്രം തന്നെയാണത്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കിയിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഉള്ള ഈ അവസ്ഥ ഇങ്ങനെ പുറത്തു നിന്നോ അല്ലെങ്കിൽ പറ്റാവുന്ന ആളുകൾ മാക്സിമം ആളുകൾ വന്ന് ഭഗവാനെ തൊഴണം, ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കണം. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ താല്പര്യമുള്ളവര് താല്പര്യമുള്ളവര് ചെയ്യണം എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഈ ഒരു ക്ഷേത്രം നന്നാവുമ്പോൾ ആ നാടും നന്നാവട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ ജീർണോദ്ധാരണ പ്രവർത്തനം ആയി ബന്ധപ്പെട്ട് നമ്മൾ നാലമ്പലത്തിൻ്റെയും എല്ലാം പണികൾ ഏറെക്കുറെ കഴിഞ്ഞു. അന്ന് ആനക്കൊട്ടിലിന് തുടക്കം ഇട്ടിരുന്നു. പക്ഷേ നമ്മൾ ഈ ശിവരാത്രിയുടെ മുന്നേ ആനക്കൊട്ടിൽ നിർമ്മാണവും മിക്കൽ ടൈൽ പതിക്കലും കൂടി കഴിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം ഇവിടുത്തെ നല്ലവരായ സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഇത്രയും നമുക്ക് ആയി കിട്ടിയത്. ഇനി ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ശിവരാത്രിയുടെ മുന്നേ ഈ പണി കഴിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷയോടാണ് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. ജനങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ പ്രതീക്ഷിച്ചോളും. ഓം നമഃ ശിവായ. ക്ഷേത്രത്തിൻ്റെ വടക്കേ വശത്തായി ക്ഷേത്രത്തിനരികിലൂടെ തന്നെയാണ് പ്രകൃതിക്ക് കൂടുതൽ മനോഹാരിത നൽകിക്കൊണ്ട് തുമ്പക്കണ്ണിപ്പുഴ ഒഴുകിപ്പോകുന്നത്. ആ മനോഹര ദൃശ്യത്തിലേക്ക് കൂടി ഞാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു കാഴ്ചയുമായി മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും HR ഫാമിലിയിൽ നിന്നും നന്ദി, നമസ്കാരം, ബൈ.